എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു നാച്ചുറൽ ഹെയർ ഡൈയുടെ വീഡിയോയാണ്. കെമിക്കൽ ഡൈകൾ ഉപയോഗിക്കാതെ ഇൻസ്റ്റൻ്റ് ആയിട്ട് മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കും. പലർക്കും ഹെന്ന പൗഡർ അലർജി ഉണ്ട്. അങ്ങനെയുള്ളവർക്കും ഈ ഒരു ഹെയർ ഡൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്ന ഒരു ഹെയർ ഡൈ ആണിത്. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 100%. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഹെയർ ഡൈ തയ്യാറാക്കാം. ഇത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് മുടി കഴുകുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണിത്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മുരിങ്ങയിലയാണ്. മുരിങ്ങയില ഒട്ടും തന്നെ ഉണങ്ങാത്ത ഇലയായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഞാനിപ്പോൾ 2 പിടിയോളം മുരിങ്ങയില എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് ചെമ്പരത്തിപ്പൂവാണ്. ഞാനിപ്പോൾ 2 ചെമ്പരത്തിപ്പൂവാണ് എടുത്തിട്ടുള്ളത്. ചുവന്ന ചെമ്പരത്തിപ്പൂവ് തന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കണം. എന്നിട്ട് ഇതളുകൾ മാത്രമായിട്ട് നമുക്ക് എടുക്കാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് രണ്ടും ഇട്ട് കൊടുക്കാം. മുരിങ്ങയില നമ്മുടെ മുടിയിൽ താളിയായിട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ചെമ്പരത്തിപ്പൂവ് ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് നമ്മുടെ മുടി കഴുകുന്നത്, മുടി നരയ്ക്കുന്നത് തടയുകയും ചെയ്യും. ഇനി ഇതിലേക്ക് ബീട്രൂട്ട് ചേർക്കാം. ചെറിയ ഒരു പീസ് ബീട്രൂട്ട് എടുത്താൽ മതി. ബീട്രൂട്ട് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും നല്ല തിളക്കം കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെ അരച്ചെടുക്കണം. കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. കഞ്ഞിവെള്ളത്തിന് പകരം നമുക്ക് കട്ടൻ ചായ ഉപയോഗിക്കാവുന്നതാണ്. എങ്കിലും ഒട്ടും തന്നെ നമ്മൾ സാധാരണ വെള്ളം എടുക്കരുത്. അപ്പോൾ ഒരു പ്രാവശ്യം അരയ്ക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി കുറച്ചും കൂടി കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഈ കഞ്ഞിവെള്ളം ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ്, അതായത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമല്ല. അപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് നല്ല ഫൈനായിട്ട് തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് അരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് മാറ്റാം. എപ്പോഴും നമ്മൾ ഹെയർ ഡൈ തയ്യാറാക്കുമ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെ തയ്യാറാക്കണം. ഇരുമ്പിൽ അയൺ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിൽ തയ്യാറാക്കുമ്പോൾ നമ്മുടെ ഹെയർ ഡൈ നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടും. ആ ബ്ലാക്ക് കളറ് നമ്മുടെ മുടിയിലും നിലനിൽക്കുന്നതാണ്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നീലാമരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂണോളം നീലാമരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. എല്ലാവർക്കും അറിയാവുന്നതാണ്, നീലാമരി നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഇനി നമ്മുടെ അടുത്ത് നീലാമരിപ്പൊടി ഇല്ലെങ്കിൽ നീലാമരിയുടെ ഇല ഇതിലേക്ക് അരച്ചു ചേർത്താൽ മതി. നമ്മളിതിൽ ഹെന്ന പൗഡറോ അല്ലെങ്കിൽ നെല്ലിക്കാപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. വളരെ ഈസിയാണ് ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ടും. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോഴാണ് ഇതിലെ കളർ റിലീസ് ആവുള്ളൂ. ഏകദേശം 6 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ഹെയർ ഡൈ കിട്ടേണ്ടത്. അപ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ഹെയർ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെയാണ് ഇത് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഹെയർ ഡൈ നമ്മുടെ മുടിയിൽ തേക്കുമ്പോൾ നമ്മുടെ മുടിയിലും ആ ഒരു ബ്ലാക്ക് കളറ് നിലനിൽക്കുന്നതാണ്. ഇത് നമ്മൾ ഒട്ടും തന്നെ ഓയിൽ ഇല്ലാത്ത മുടിയിലായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് 1 മണിക്കൂറിന് ശേഷം നമുക്ക് മുടി കഴുകാവുന്നതാണ്. മുടി കഴുകാനായിട്ട് ഷാമ്പോ സോപ്പോ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ടതില്ല. പകരം താളി ഉപയോഗിച്ച് കഴുകാവുന്നതാണ്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ്. അതും വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈയുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.